ഗുഡ് മോർണിംഗ്. പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ 7ാമത്തെ ക്ലാസ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിതിൽ ഇൻട്രസ്റ്റിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഭാഗമാണ് ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ടിനും അതേപോലെ അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റിനും രണ്ടിനും കൂടി പിന്നെയും നമ്മൾ ഇൻട്രസ്റ്റ് കണക്കാക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ 1000 രൂപ നിങ്ങൾ ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അതിന്റെ ആദ്യത്തെ വർഷം ഒരു 3 കൊല്ലത്തേക്കാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ വർഷം കഴിഞ്ഞപ്പോൾ ഒരു 100 രൂപ നിങ്ങൾക്ക് ബോണസ് ഇൻട്രസ്റ്റ്. അപ്പോൾ 1000 രൂപയും ആ 100 രൂപയും കൂടി കൂട്ടിയിട്ട് 1100 രൂപയായിരിക്കും ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് കണക്കാക്കാം. പിന്നെ ആ 1100 രൂപയ്ക്കായിരിക്കും ഇൻട്രസ്റ്റ് രണ്ടാമത്തെ വർഷം. പിന്നെ രണ്ടാമത്തെ വർഷം കഴിയുമ്പോൾ ഈ 1100 രൂപയും അതിന്റെ ഇൻട്രസ്റ്റും കൂട്ടിയിട്ടാണ് മൂന്നാമത്തെ വർഷത്തെ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആയിട്ട് കണക്കാക്കും. മൂന്നാമത്തെ വർഷം ആ എമൗണ്ടിനായിരിക്കും ഇൻട്രസ്റ്റ്. അപ്പൊ എന്താ വെച്ചാൽ മൊത്തത്തിൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. കാരണം ഇൻട്രസ്റ്റിനും ഇൻട്രസ്റ്റ് തരുന്നു. അപ്പൊ യൂഷ്വലി ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ നോക്കുക. If the interest is paid on the principal as well as the acquired interest, it is called compound interest. പ്രിൻസിപ്പളിലും അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റിനും അക്വയർഡ് ഇൻട്രസ്റ്റിനും കൂടി ഇൻട്രസ്റ്റ് തരികയാണെങ്കിൽ അതിനാണ് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയാം. ജനറലി in banks, insurance companies, post offices and other companies which lend money and asset deposits, compound interest is followed by them. ഇത് പൊതുവെ ഇങ്ങനത്തെ ധനകാര്യ സ്ഥാപനങ്ങളിലെല്ലാം ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഫോളോ ചെയ്യുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ല ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ റാം ഡെപ്പോസിറ്റഡ് ₹8,000 with a finance company for 3 years at an interest of 15% per annum. What is the compound interest that Ram gets after 3 years? 3 കൊല്ലത്തേക്ക് 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് 15% ആണ് ഇൻട്രസ്റ്റ്. അപ്പൊ 3 കൊല്ലം കഴിയുമ്പോൾ എത്ര ഇൻട്രസ്റ്റ് കിട്ടും ആണ് നോക്കുക. ആദ്യത്തെ വർഷം നമുക്ക് PNR/100 വെച്ചിട്ട് ഇൻട്രസ്റ്റ് കാണാം. അപ്പൊ 1200 രൂപ ഇൻട്രസ്റ്റ്. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഇയറിൽ ഈ 8000-ഉം ഈ 1200-ഉം കൂട്ടിയിട്ട് 9200 രൂപ അയാൾക്ക് നല്ല വരുമാനമുണ്ട്. സോ സെക്കൻഡ് ഇയറിലെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ 9200 ആണ്. അതിനാണ് പിന്നെ ഇൻട്രസ്റ്റ് കാണുന്നത്. അപ്പൊ നമുക്ക് 1380. അതായത് ആദ്യം 1200 ഉണ്ടായിരുന്നത് 1380. ഇനി ഈ 1380 കൂടി 9200-ന്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ അത് 10580 ആയി. അയാൾക്ക് രണ്ടാമത്തെ വർഷം കഴിഞ്ഞപ്പോൾ 10580 വരും. എന്നിട്ട് തേർഡ് ഇയറിലെ സ്റ്റാർട്ടിങ്ങിൽ എന്താണ് ഈ 10580 ആണ്. എന്നിട്ട് അതിനാണ് 15% ഇൻട്രസ്റ്റ് കാണുക. അപ്പൊ അത് 1587 രൂപ. ഓക്കെ, അപ്പൊ അത് മൊത്തത്തിൽ നമുക്ക് 12167 ഉണ്ടാവും. അപ്പൊ ഇൻട്രസ്റ്റ് ആയിട്ട് അയാൾക്ക് എത്ര കിട്ടി? ആദ്യം ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ചെയ്തത് 8000 ആയിരുന്നു. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ 12167 കിട്ടി. അപ്പൊ അയാൾക്ക് 4167 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട്. അപ്പോൾ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിലായിരുന്നു കാണുന്നതെങ്കിലോ ഇവിടെ ആദ്യത്തെ വർഷം 1200, ഈ 1200 തന്നെ ആയിരിക്കും 3 വർഷവും കിട്ടുക സിമ്പിൾ ഇൻട്രസ്റ്റിലാവുമ്പോൾ. അപ്പോൾ 3600 രൂപയായിരിക്കും ഇൻട്രസ്റ്റ്. ഇവിടെ 4167 രൂപ. അപ്പോൾ ഇൻട്രസ്റ്റ് കുറച്ച് കൂടുതൽ
ലഭിക്കും. ഇതാണ് അതിന്റെ പ്രത്യേകത. ഇനി ഇത് നമ്മൾ ഇൻട്രസ്റ്റ് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ ഇങ്ങനെ ഉണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ള P into 1 plus R by 100 raised to n minus ആണ് ഇക്വേഷൻ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഇതില് n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഇയേഴ്സ് ഒരു പവർ ആണ്. അപ്പൊ ഇതില് ഒരു 2-3 കേസുകൾ വരും. സാധാരണ ഇൻട്രസ്റ്റ് കണക്കാക്കുന്ന രീതികൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് ആനുവലി കാണും, ചില സ്ഥലങ്ങളിൽ അത് ഹാഫ് ഇയർലി ആയിട്ടാണ് കാണും. 6 മാസം കൂടുമ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കും. ചിലതിൽ ക്വാർട്ടർലി കാണും. 3 മാസം കൂടുമ്പോൾ ഇൻട്രസ്റ്റ് കണക്കാക്കിയിട്ട് അത് മുതലിന്റെ കൂടെ പ്രിൻസിപ്പലിന്റെ കൂടെ ആഡ് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോ ആനുവലി ആണെങ്കിലാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ ഈ ഇക്വേഷനാണ് നമ്മൾ എടുക്കുന്നത്. എമൗണ്ട് കാണണമെങ്കിൽ എന്താവും? ഇക്വേഷൻ ഈ ഭാഗം മാത്രം P പ്ലസ് 1 പ്ലസ് R ബൈ 100 ടു ദ പവർ n. ഈ മൈനസ് പി അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് മൊത്തം എമൗണ്ട് കിട്ടും. അതിൽ നിന്ന് ഇത് മൊത്തം എമൗണ്ടിൽ നിന്ന് ഈ പ്രിൻസിപ്പിൾ മൈനസ് ചെയ്യുമ്പോഴാണ് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. മൊത്തം എമൗണ്ട് കാണാൻ ഈ മൈനസ് പി എന്നുള്ള ഭാഗം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് പ്രിൻസിപ്പിൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. എമൗണ്ട് കാണാൻ ഈ ആദ്യത്തെ ഭാഗം മാത്രമേ ഉള്ളൂ. ഇൻട്രസ്റ്റ് കാണാൻ അതിൽ നിന്ന് നമ്മൾ പ്രിൻസിപ്പിൾ മൈനസ്. ഇനി ഇത് തന്നെ ഹാഫ് ഇയർലി ആവുമ്പോൾ, അതായത് സെമി ആനുവലി, 2 പ്രാവശ്യം. അത് when the interest is compounded half yearly, there are 2 conversion periods in a year, each after 6 months. ഓരോ 6 മാസം കൂടുമ്പോഴും നമ്മൾ ഈ ഇൻട്രസ്റ്റ് കണക്കാക്കിയിട്ട് ആ ഇൻട്രസ്റ്റ് കൂടി ഈ മുതലിന്റെ കൂടെ. In such situations, the half yearly rate will be half of the annual rate. അത് റേറ്റ് നമ്മൾ ഇപ്പൊ 15% എന്ന് പറയുകയാണെന്ന് വെച്ചാൽ അതിന്റെ പകുതി 7.5% ഹാഫ് ഇയർലി ആയിട്ട് കണക്കാക്കുമ്പോൾ. അപ്പൊ അത് കാണാനുള്ള ഇക്വേഷൻ, എമൗണ്ട് കാണാനുള്ള ഇക്വേഷൻ P പ്ലസ് P ഇൻറ്റു 1 പ്ലസ് 1/2 R by 100 ടു ദ പവർ 2n എന്നാണ്. പിന്നെ n ഇൻറ്റു 2 വരും. ഇവിടെ ഒരു ആദ്യ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താ വ്യത്യാസം വരുന്നത് നോക്കാം. ഇക്വേഷൻ കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹാഫ് വരുന്നുണ്ട്. 1/2 ഹരണം വരും. അതേപോലെ ഇവിടെ n പകരം 2n ആണ്. ആ വ്യത്യാസം മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബേസിക് ആളുടെ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതിയല്ലോ. അതായിട്ട് ഹാഫ് ഇയർലിക്ക് വരുമ്പോഴുള്ള വ്യത്യാസം ഇവിടെ ഒരു ഹാഫ് വരും, പിന്നെ ഇതേ 2 മുകളിലേക്ക് കയറും. n എന്നുള്ളത് 2n ആയിട്ട്. ഇനിയുള്ളത് നമുക്ക് ക്വാർട്ടർലി ഉള്ളതാണ്. ക്വാർട്ടർലി ഉള്ളത് നമുക്ക് ക്ലാസ്സിൽ